ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചെറിയൊരു ട്രിക്കായിട്ട് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ വാട്സപ്പിൽ 5 പേർക്കും അത്ര ഒരു സമയത്ത് മെസ്സേജ് ഒക്കെ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു നല്ല അടിപൊളി പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. വളരെ എളുപ്പമാണ്. നമുക്ക് വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ല. നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ഇതാ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുകളിലെ ആ സെർച്ച് ഐക്കണില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ഡോട്ട് കാണാം. കൂടുതൽ ഓപ്ഷൻസിനൊക്കെ ആയിട്ട് ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയോ ഓപ്ഷൻസ് കാണാം. ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സപ്പ് വെബ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ന്യൂ ബ്രോഡ്കാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ന്യൂ ബ്രോഡ്കാസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാവരുടെയും പേരും വിവരങ്ങളൊക്കെ ഇതിൽ കാണാം. അപ്പോൾ ഇനി നമുക്ക് ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കേണ്ടത് അവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഏകദേശം 13 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ 256 പേരെ വരെ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 13 പേരെ സെലക്ട് ചെയ്യണുള്ളൂ. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇത്രയും പേരെ സെലക്ട് ചെയ്തതിന് നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റുകളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ടിക്ക് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ഒരു ബ്രോഡ്കാസ്റ്റിൽ എന്ത് മെസ്സേജ് അയച്ചാലും ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോണ്ടാക്റ്റുകളിലുള്ളവർക്കൊക്കെ പേഴ്സണലായിട്ടാണ് പോവുക. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ഗ്രൂപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ്, ഇതൊരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊരു ഗ്രൂപ്പല്ല, ഇതൊരു നമ്മളിതിൽ എന്ത് മെസ്സേജ് അയച്ചാലും അവർക്ക് പേഴ്സണലായിട്ടാണ് ചെല്ലുക. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബ്രോഡ്കാസ്റ്റിൽ അയച്ച മെസ്സേജിൻ്റെ റിപ്ലൈക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ അയച്ച മെസ്സേജ്. അതിലൊരു ബ്രോഡ്കാസ്റ്റ് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതാണ് ആ ചിഹ്നം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിലൊരു ചേഞ്ച് കൂടി വരുത്താം. നമുക്ക് ഇപ്പോൾ ഉള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മുടെ ജസ്റ്റ് ഈസി ഷെയർ ഒന്ന് ഒരു പേര് കൊടുക്കുകയാണ്. ഈസി ഷെയർ എന്ന് ടൈപ്പ് ചെയ്ത് ഇനി ഓക്കെ കൊടുത്ത് നമ്മുടെ ബ്രോഡ്കാസ്റ്റിൻ്റെ നെയിം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് എത്ര പേരെ വേണമെങ്കിലും ഇനി ആഡ് ചെയ്യാം. അത് ഒരാളെ കൂടി ഇനി ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഒരാളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റിൽ എന്ത് മെസ്സേജ് അയച്ചാലും ഇപ്പോൾ ആഡ് ചെയ്ത ആൾക്ക് കൂടിയിട്ടാവും മെസ്സേജ് സെൻഡ് ആവുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോയ്ക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ട്രിക്സും ടിപ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഈ വീഡിയോയിലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ആ ടോപ്പിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലെ ടിപ്സും ട്രിക്സായിട്ട് വീണ്ടും കാണാം. ബൈ.